മോഡറേറ്ററായിരിക്കുന്ന നൈന കെ ജോർജ് അച്ഛൻ, സഫീന തിരുവേനിമാരെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സഹോദരന്മാരെ. എൻ്റെ വിഷയം doctrinal, philosophical and political context surrounding the formation of the Nicene Creed. ഇതിൽ ആദ്യം വിശദീകരിക്കുന്നത് പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റാണ്. ഈ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് കേന്ദ്രീകരിക്കുന്നത് ഒരാളിലാണ്, കോൺസ്റ്റന്റായി, എംപറർ കോൺസ്റ്റന്റായി. അദ്ദേഹത്തിന്റെ ലക്ഷ്യം സഭയിൽ സമാധാനം സ്ഥാപിക്കുക, എങ്കിലേ സാമ്രാജ്യത്തിൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ. Political context. The Council of Nicaea, convoked by the Emperor Constantine, ensured the unity of the Church. After his victory at the Battle of the Milvian Bridge in 312, the whole of Western Roman Empire came under his roof. In 313, Constantine, along with his eastern counterpart, Licinius, issued the Edict of Milan, which granted religious tolerance throughout the empire. In 324, by defeating Licinius, he became the sole ruler of the Roman Empire. In the era of Constantine, Christians of the empire were divided into two groups for two main reasons. The first was the Donatistic group of the North Africa, and the second was the Arian group originated in Egypt. The emperor also realized that the internal divisions within the Christian community could endanger the political unity. ഞാൻ പറഞ്ഞതുപോലെ ഇതിലെ ആദ്യത്തെ പ്രശ്നം ഡോണറ്റിസം എന്ന സ്കിസമാണ്. അത് വെസ്റ്റിൽ നോർത്ത് ആഫ്രിക്കയിൽ കാർത്തേജ് കേന്ദ്രീകരിച്ചുണ്ടായ ഒരു സ്കിസമാണ്. ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ പെർസിക്യൂഷൻ അവസാനിച്ചപ്പോഴാണ്. ആഫ്രിക്കയിലെ സഭയിൽ ഭിന്നതകളുണ്ടായി. 312 കോൺസ്റ്റന്റൈൻ വെസ്റ്റേൺ റോമൻ എംപയർ കീഴടക്കി. 313 ഈഡിക്റ്റ് ഓഫ് മിലാൻ. അത് കഴിഞ്ഞ് 314 വെസ്റ്റേൺ ബിഷപ്സിനെ കൂട്ടി ഒരു സൂലകദോസ് അദ്ദേഹം ആൾസിൽ വിളിച്ചു കൂട്ടി ഡോണറ്റിസ്റ്റുകളെ രമ്യതപ്പെടുത്താൻ. പക്ഷേ കോൺസ്റ്റന്റൈൻ അവിടെ വിജയിച്ചില്ല. Donatism originated in Carthage, followed by the Christian persecution under the Emperor Diocletian. Although its outcome was unsuccessful, Constantine summoned a synod of Western bishops at Ars in 314 to end the Donatist schism. ഇതുപോലെ ഒരു പ്രശ്നം ഈജിപ്തിലുണ്ടായി അധിക നാളുകൾ നീണ്ടുകൊണ്ടില്ല. അത് മലേഷ്യൻ സ്കിസമാണ്. Likewise, Malaysian schism originated in Egypt as a consequence of the persecution under Emperor Diocletian, caused significant unrest for 30 years. Malaysians opposed Peter of Alexandria, who took a lenient approach towards the Lapsi. തുടർന്നാണ് ആര്യനിസം ഉണ്ടാകുന്നത്. ഇതിലേറ്റവും ശക്തമായ പ്രശ്നം ആര്യനിസം. 324 കോൺസ്റ്റന്റൈൻ ഈസ്റ്റിൽ കീഴടക്കി. അപ്പോൾ 320 മുതൽ ഈസ്റ്റിൽ ശക്തമായി കൊണ്ടിരുന്ന ഹെരസിയാണ് ആര്യനിസം. അതുകൊണ്ട് 327 കോൺസ്റ്റന്റൈൻ നടത്തുന്നു.
സാമ്രാജ്യത്തിൽ സഭയിൽ സമാധാനം സ്ഥാപിച്ചു. In 325, the bishops of both East and West met at Nicaea at the command of the Emperor Constantine for refuting the erroneous teachings propagated by Arius, a presbyter from Alexandria. ഇനി നമ്മൾ രണ്ടാമത്തെ പോയിന്റിലേക്ക് വരിക. ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റ്. ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് അത് പർട്ടിക്കുലറായ ഒരു ഫിലോസഫിയെ സെന്റർ ചെയ്താണ്. ആ ഫിലോസഫി മറ്റൊന്നുമല്ല പ്ലേറ്റോയുടെ ഫിലോസഫി, പ്ലേറ്റോണിസം. ഈ പ്ലേറ്റോണിസത്തിന്റെ വ്യാപനം പല ഹെരസികൾക്ക് കാരണമായിരുന്നു. അതിൽ ആദ്യത്തേത് സെക്കൻഡ് സെഞ്ചുറിയിലുണ്ടായ നോസ്റ്റിസിസം. ഇത് രണ്ടും അത് തന്നെയാണ്. നോസ്റ്റിസിസം എടുത്താലും ആര്യൻ പാഷണ്ഡത എടുത്താലും സഭയെ ഹെലനൈസ് ചെയ്യാനുള്ള അറ്റംപ്റ്റിന്റെ റിസൾട്ട്. അപ്പൊ ഫെയ്ത്തിനെ ഹെലനൈസ് ചെയ്യാൻ, ഫിലോസഫൈസ് ചെയ്യാനുള്ള അറ്റംപ്റ്റിൽ നിന്നാണ് ഈ ഹെരസികളെല്ലാം ഉണ്ടായത്. First, Gnosticism. The origin of the Christian Gnostic sects in the 2nd century is the result of an attempt made to Hellenize the Christian faith in the pattern of Platonic philosophy. One common element current among their teaching is dualism. If they had succeeded, Christianity would have been simply another philosophical school. തുടർന്ന് 4-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ആര്യനിസം ഉണ്ടായി. രണ്ടിന്റെയും അടിസ്ഥാനം ഒന്നുതന്നെ പ്ലേറ്റോണിക് ഫിലോസഫി. And Arian heresy is another attempt to Hellenize the faith in the Middle Platonic fashion, rooted on its philosophical idea of logos. പ്ലേറ്റോണിസത്തിലെ ഒരു പ്രധാന ചിന്തയാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് മിഡിൽ പ്ലേറ്റോണിസം. പ്ലേറ്റോണിസം തെയിസ്റ്റിക്കായി മാറി. ആ ഫിലോസഫിയാണ് മിഡിൽ പ്ലേറ്റോണിസം എന്ന് പറയുന്നത്. വീണ്ടും അത് മാറി. അതാണ് നിയോ പ്ലേറ്റോണിസം എന്ന് പറയുന്നത്. പ്ലേറ്റോണിസത്തിൽ ഒരു കൺസെപ്റ്റാണ് ലോഗോസ്. ലോഗോസ് എന്ന് വെച്ചാൽ ട്രാൻസെൻഡന്റ് വേൾഡ്, ഇമ്മനന്റ് വേൾഡ് തമ്മിലുള്ള ബന്ധം. ആ ബന്ധം ലോഗോസ് എന്ന മീഡിയേറ്ററെ കൂടിയാണ്. അത് സഭയെ സ്വാധീനിച്ചു, തിയോളജിയെ സ്വാധീനിച്ചു. ഈ കൺസെപ്റ്റിനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്തതാണ് ആര്യനിസം. ഓക്കെ, ലോഗോസ് തിയോളജി. The 2nd century Greek apologists, influenced by Middle Platonism, interpreted logos as the principle of all divine revelations. Besides, they emphasized its pre-existence, which was required for universal salvation. Reinforced by the rigid use of Middle Platonic concept of logos as the second God, Arius placed the logos, Son, on the side of creation. The Council of Nicaea, by upholding the theological position of Origen and Athanasius, placed the logos on the side of Creator. ഇതിന്റെ പ്രശ്നമില്ല. ലോഗോസ് ഒരു മീഡിയേറ്ററാണ്. അതിനെയാണ് ക്രൈസ്റ്റുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോളജിസ്റ്റുകൾ ഈ മീഡിയേറ്ററെ രണ്ട് പക്ഷത്ത് നിർത്താം. ഒറിജിനൽ അത്തനേഷ്യസും നൈസിയൻ കൗൺസിലും ഒക്കെ ഈ ലോഗോസിന് സ്രഷ്ടാവിന്റെ പക്ഷത്ത് നിർത്തി തിരിച്ചത്. ആരിയൂസ് ചെയ്തത് ഈ ലോഗോസിന് സൃഷ്ടിയുടെ പക്ഷത്ത് നിർത്തി. അപ്പം അത് ഐഡന്റിസാണ്, സബോർഡിനേഷൻസാണ്. മൂന്നാമത്തെ പോയിന്റിലേക്ക് ഞാൻ വരികയാണ്. ഡോക്ട്രൈനൽ കോണ്ടെക്സ്റ്റ്. അതിലാദ്യത്തേത് 3rd സെഞ്ചുറിയിലുണ്ടായ മറ്റൊരു ഹെരസി.
just opposite to Arianism. 3rd century heresy, monarchianism. അതിന് ഈസ്റ്റ് സബല്യനിസം എന്നും പേര് വിളിച്ചു. 3-ാം നൂറ്റാണ്ടിലെ ഈ മൊണാർക്കിയനിസം ഫാദറോട് പുസ്തകത്തിലെ 3 ആളുകളെന്നുള്ള കാഴ്ചപ്പാടില്ല. പിതാവ് മാത്രം, പിതാവ് പെട്രോൾ, പിതാവ് തന്നെ മിത്രം, പിതാവ് തന്നെ രക്ഷിക്കാമെന്ന് പഠിപ്പിച്ച കൂട്ടരാണ് മൊണാർക്കിയനിസം. ആഗിനിസം ഇതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. 3 ആളുകളെ കുറിച്ച് പഠിപ്പിച്ചു, പക്ഷേ പുത്രന്റെ സ്ഥാനം പിതാവിനെ താഴെയാക്കി മാറ്റി. ആദ്യം നമുക്ക് മൊണാർക്കിയനിസം. The 3rd century monarchians emphasized the unity of God in opposition to any attempt to conceive of God as 3 separate personalities. മൊണാർക്കിയനിസത്തെ ഈസ്റ്റിൽ എതിർക്കുന്നയാള് ഒറിജന്റെ ശക്തമായ 3-ാം നൂറ്റാണ്ടിലെ ഒറിജന്റെ ഒരു ഡോക്ടറിനുണ്ട്. 3 ആളുകൾ, ഹിപ്പോസ്റ്റസിസ്. ഇതേക്കുറിച്ച് കാൾറാഗർ എന്ന തിയോളജിയൻ പറയുന്നത് ബൈബിളിലെ ദൈവസങ്കല്പം ഏറ്റവും മനോഹരമായി ആവിഷ്കരിച്ചയാളാണ് ഒറിജൻ. അതായത് 3 ആളുകൾ. ബൈബിൾ വായിച്ച എപ്പോഴും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് മൊണാർക്കിയനിസത്തിനെതിരെ ഈ ഡോക്ട്രിൻ ശക്തമായിട്ട് ഒറിജൻ തന്റെ തിയോളജിയിൽ അവതരിപ്പിച്ചു. Origen of Alexandria developed the doctrine of 3 hypostases. Hypostasisന് പകരം ഉപയോഗിച്ച ഒരു പദമുണ്ട്, ഊസിയം. രണ്ടും ഒരു കാര്യം തന്നെ. To counter the monarchian tendencies propagated by Sabellians, there are 3 subsistent realities in Godhead. The terms hypostasis and ousia are used as synonyms, the former Stoic and the latter Platonic, meaning the real existence. ഇത്രയുള്ള ഫിലോസഫിയില് ബീങ് എന്ന് പറയുന്നത് അത്രയും എക്സിസ്റ്റ് ചെയ്യുന്നു. പിതാവ് എക്സിസ്റ്റ് ചെയ്യുന്നു, പുത്രൻ എക്സിസ്റ്റ് ചെയ്യുന്നു, പരിശുദ്ധാത്മാവ് എക്സിസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഇത് രണ്ടും ഒരു പദം തന്നെയാണ്. Hypostasis എന്ന് പറഞ്ഞാലും ഊസിയാന്ന് പറഞ്ഞാൽ. Origen more frequently used the term hypostasis than the term ousia. ഇനി ഒറിജന്റെ 3 hypostasis എന്നുള്ള ഡോക്ടറിൻ ആര്യൂസ്. പക്ഷെ സംഭവിച്ചില്ല. സെക്കൻഡ് പേഴ്സൺ പിതാവിന് താഴെയായിട്ട് പ്രതിഷ്ഠിക്കും. സബോർഡിനേഷനിസം. അതുകൊണ്ട് ആര്യനിസത്തിന്റെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചാൽ, സൺ ഈസ് സബോർഡിനേറ്റ് ടു ദി ഫാദർ. Arius interpreted Origen's doctrine of 3 hypostases in a radical sense as 3 entities entirely distinct from each other. Thus he presented the Son, Logos, as the second God, subordinate to the Father. ഒറ്റ വാക്കിൽ ആര്യൂസിന്റെ പഠന ഇതാണ്. പുത്രൻ പിതാവിന് താഴെ. ഇനി ഇതിന്റെ തുടർച്ചയായിട്ട് 3-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ മറ്റൊരു ഹെരസിയുണ്ട്, പോൾ ഓ സാമോസാത്ത. സാമോസോത്തായിലെ പോളിന്റെ പഠനങ്ങൾ. ഇത് 2 ഹെരസികളുടെ സമന്വയമാണ്. ഒന്ന് അഡോപ്ഷനിസം എന്ന് പറയും, മനുഷ്യനായ യേശുവിനെ ദൈവമായി ഉയർത്തി. രണ്ടാമത്തേത് ഇദ്ദേഹം മൊണാർക്കിയൻ ഹെരസിയുടെ ആളാണ്. ഇത് രണ്ടും കൂടെ ചേർന്നതാണ് പോൾ ഓഫ് സാമോസാത്തായുടെ ടീച്ചിങ്. ഓക്കെ, read. The erroneous teaching propagated in the 3rd century by Paul of Samosata is known as monarchian form of adoptionism. The Son, according to him, is man Jesus,
whom God the Father adopted and gave the status of the Son of God. He is also doing away the difference between the Father and the Son to describe their relation. Paul employed the term homoousios. ഇതിന്റെ പ്രശ്നം നിഖ്യ ഉപയോഗിച്ച പദമാണ് ഹോമോസിയോസ്. വിശ്വാസ പ്രമാണത്തിൽ ചെല്ലും സാരാംശത്തിൽ അവൻ സാരാംശമുള്ളതാണ് ഹോമോസിയോസ്. സത്തയിലെ ഞങ്ങളിൽ ആദ്യം ഉപയോഗിച്ചത് കനറ്റിക്കാണ് ഹോമോസാവസ്ഥത്താണ്. അതുകൊണ്ടാണ് നിഖ്യായ്ക്ക് ശേഷം പലരും അതിനെ അംഗീകരിക്കാനില്ല. പ്രശ്നം തുടങ്ങിയതിനെയാണ്. പോളിന്റെ ഡിസൈപ്പിളാണ് ലൂസിയൻ ഓഫ് അന്റിയോക്യ. സ്ട്രിക്റ്റ് സബോർഡിനേഷനിസം, തന്റെ സ്ഥാനം പിതാവിന് താഴെയാണെന്ന് ശക്തമായി പഠിപ്പിച്ച ആളാണ് ലൂസിയൻ. ഈ ലൂസിയന്റെ സ്കൂളിൽ പഠിച്ച ആളാണ് ഏരിയസും നിക്കോമോദിയയിലെ യൂസേബിയസും. ഓക്കെ. The school founded by Lucian was the center where the theory of subordinationism propagated by Paul of Samosata was further propagated. Lucian attacked the absolute divinity of Christ. Arius and Eusebius of Nicomedia, an ardent supporter of Arius, were educated by Lucian. അതുകൊണ്ട് പറയുന്നത് Lucian is considered as the father of Arianism. Okay, lastലേക്ക് ഞാൻ വരിക. നൈസിയൻ ക്രീഡ്. ഇതുവരെയുള്ള പ്രശ്നം ഫിലോസഫിക്കലായിരുന്നു. അതുകൊണ്ട് ഫിലോസഫിക്കലായിട്ട് ഇതിനെ കൗണ്ടർ ചെയ്തു. നൈസിയൻ ക്രീഡിന്റെ അനന്യതയാണ്. ആര്യനിസം ഉണ്ടായത് ഫിലോസഫി. ഇതിനെ കൗണ്ടർ ചെയ്യാൻ മിക്ക പിതാക്കന്മാരും ഫിലോസഫി തന്നെ ഉപയോഗപ്പെടുത്തി. Through the biblical expression only begotten, സുറിയാനിയിൽ അതിന് ഈഹീദായ, ഗ്രീക്കിൽ മോണോഗേനസ്, and generated from the Father. The Nicene Council affirmed the divinity of the Son. The expression only begotten is further defined by employing two philosophical expressions, from the ousia of the Father and the homoousios with the Father. നമ്മൾ പ്രീഡി ചെയ്യുന്ന കാര്യങ്ങളാണ്. ശരിക്കും ബൈബിളിൽ കർത്താവിന്റെ ദൈവത്വത്തെ എടുത്തു കാണിക്കുന്ന പദമാണ് only begotten. അത് ക്രീഡിന്റെ ആദ്യം ചൊല്ലും. എന്നിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഫിലോസഫിക്കൽ ടേം ഉപയോഗിച്ചിരിക്കുന്നു. അതാണ് homoousios. The word homoousios means the ousia of the Son is equal to that of the Father. ഉത്തരം ഇവിടെ ക്ലിയറായി. പുത്രന്റെ സ്ഥാനം താഴെ പിതാവ്. അപ്പം ഹോമോസിയൂസ് എന്ന് പറയുന്നത് വഴി പുത്രൻ പിതാവിന് തുല്യനാണെന്ന് പറഞ്ഞിരിക്കുന്നു. വണ്ണം അതിനർത്ഥമില്ല, ഈക്വൽ എന്നുള്ള അർത്ഥമില്ല ഹോമോസിയൂസ്. വണ്ണം എന്നുള്ളത് കപ്പഡോഷ്യസിൽ കൂടി പിന്നീട് വന്ന ഇന്റർപ്രിട്ടേഷനാണ്. പുത്രന്റെ സ്ഥാനം പിതാവിന് തുല്യമാണ്. Following the teachings of Origen, the council explained the expression generated or begotten from the Father as the eternal generation. Thus, the Council of Nicaea refuted Arius' doctrine of subordinationism. നമ്മൾ ക്രീഡി ചൊല്ലുന്നുണ്ടത് പിതാവിൽ നിന്ന് ജനിച്ചവൻ. അഥനേഷ്യസും ഒറിജിനും നൈസിയായും അതിനെ എക്സ്പ്ലെയിൻ ചെയ്തത് പിതാവിൽ നിന്ന് നിത്യമായി പുത്രൻ ജനിക്കുന്നു. ഈ ജനിച്ചു എന്നുള്ളതിന് ആര്യൂസ് ഇന്റർപ്രറ്റ് ചെയ്തത് സൃഷ്ടിക്കപ്പെട്ടു. ഇതാണ് ഡിഫറൻസ്.
ഒരു നൈസിയൻ ക്രീഡിന്റെ ഒരു ബേസിസ് ആയിട്ട് നിൽക്കുന്നത് ഈ ഇന്റർപ്രിട്ടേഷനാണ്. പിതാവിൽ നിന്നും പുത്രൻ നിത്യമായിട്ട് ജനിച്ചിരിക്കുന്നു, ആരംഭമോ അവസാനമോ ഇല്ല. The council added the term homoousios, not as a new one, but it had been already used by illustrious bishops of Rome and Alexandria against those who thought that the Son is a creature. Eusebius of Caesarea has acknowledged it in his book, chapter 6. ഈ ഹോമോസിയസ് എന്നുള്ള പദം വലിയൊരു തർക്കവിഷയമാണ്. പക്ഷേ ആര്യൻ ഭാഷണം സർക്കുലേറ്റ് ചെയ്ത സമയത്ത് വളരെ പ്രഗത്ഭരായ തിയോളജിയൻസ്, ബിഷപ്സ്, റോമ, അലക്സാണ്ട്രിയ, അവര് ഹോമോസിയസ് എന്നുള്ള പദം ഉപയോഗിച്ചത്. അന്നത്തെ വെസ്റ്റിലെ ഏറ്റവും വലിയ തിയോളജിയൻ ഓസിയൂസ് ആണ്. അലക്സാണ്ട്രിയയിലെ ഏറ്റവും വലിയ തിയോളജിയൻ അലക്സാണ്ടർ ഓഫ് അലക്സാണ്ട്രിയയും ബിഷപ്പ് അത്തനീഷ്യസും. അവരിതിന് അനുകൂലമാണ്. അങ്ങനെയാണ് ഹോമോസിയസ് ക്രീഡ് ഉറപ്പിക്കപ്പെട്ടത്. ഇനി അതിന്റെ പരിണത ഫലം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ 2 ഗ്രൂപ്പായിരുന്ന സഭ 3 തീർന്നു. ഒരു പ്രബല വിഭാഗം ഉരുത്തിരിക്കും. ആ പ്രബല വിഭാഗം ഗ്രീക്ക് വേൾഡിലാണ്, ബൈസന്റൈൻ വേൾഡിലെ ഒരു പ്രബല സമൂഹം. അവർ ഒരു വാക്കിനെ എതിർത്ത് ഈ ഫിലോസോഫിക്കൽ ടേമില് ഹോമോസിയസ് ഒരു പറഞ്ഞിത്രയേ ഉള്ളൂ. ഹോമോസിയസ് എന്ന പദം ഉപയോഗിച്ചാൽ പോളോ സാമസോത്തായുടെ പഴയ മൊണാർക്യനിസം എന്ന ഹെരസിയിലേക്ക് തിരികെ പോകും. ഈ ഡിസ്പ്യൂട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരെ വേറൊരു പദം കോയിൻ ചെയ്തു, ഹോമോയൂസിയോസ്. അത് എലൈക്കുന്ന ഒരുപോലെയുള്ള 2 കാര്യം. പക്ഷെ പിന്നീട് ആ പദം പിന്നെ കപ്പഡോക്യൻസ് വന്നപ്പം മാറിപ്പോയി. ഈ ഹോമോസിയസ് തന്നെ അതിന്റെ ട്രൂ സെൻസിൽ ഇന്റർപ്രറ്റ് ചെയ്യപ്പെട്ടു. After the council, a new group known as semi-Arians emerged in the Greek world. They strictly followed Origen's doctrine of 3 hypostases. ഇതിന് വലിയ പ്രാധാന്യമാണ്. 3 hypostases. ഒറിജിൻ പഠിപ്പിച്ചു. അതുകൊണ്ട് ഈ സെമി ആരിയൻസ് എപ്പോഴും ഹോൾഡ് ചെയ്തിരുന്നത് ഒറിജിന്റെ ഡോക്ടറാണ്. പിതാവ്, പുത്ര, പരിശുദ്ധാത്മ, 3 hypostases. അത് കൃത്യമായി നിലനിർത്തണം. അതുകൊണ്ട് സെമി ആരിയൻസ് ഇവരൊരിക്കലും ഹോമോസിയസുമായിട്ട് ചേർന്നില്ല. കാരണം ഞാൻ ഇച്ചിരി മുൻപ് പറഞ്ഞതുപോലെ മൊണാർക്യനിസം റിവൈവ് ചെയ്യപ്പെടും എന്നുള്ള ഭയം. Since the term homoousios was originally used by monarchians, it was unacceptable for them. Therefore, they coined the term homoousios. Homoi എന്ന് പറയുമ്പം elite, in view of refuting monarchianism. So I stop here. Thank you very much.